പക്ഷേ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം മാപ്പിള കലാപങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട കൂടുതൽ പുസ്തകങ്ങളും എഴുത്തുകളും ഞാൻ പരിശോധിക്കുകയുണ്ടായി. അപ്പോഴാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് എനിക്ക് പിടികിട്ടിയത്. വാസ്തവത്തിൽ ഈ ലഹളത്തലവന്മാരിൽ ഏറ്റവും കുറുക്കൻ എന്ന് പറയാവുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അയാളാണ് ഇതിനകത്തുള്ള ഏറ്റവും കുറുക്കൻ എന്ന് പറയുന്ന ആൾ. ലഹളയുടെ ആരംഭത്തിൽ അയാൾ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊല്ലാതിരുന്നത് ഈ കുഞ്ഞഹമ്മദ് ഹാജി നല്ല മനുഷ്യനായിരുന്നുകൊണ്ടല്ല, അങ്ങനെ ചിന്തിക്കാൻ വേണ്ട. അത് അയാളുടെ ഒരു തന്ത്രമായിരുന്നു. മുഹമ്മദും ഇതേ തന്ത്രം പണ്ട് മദീനയിൽ പയറ്റിയിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിൽ ചെന്ന് പിന്നെ മദീനയിൽ അവിടെ തങ്ങുന്ന സമയത്ത് ഖുറൈശികളുടെ കച്ചവട സംഘങ്ങളെയൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങിയതോടെ മക്കയിലുള്ള ഖുറൈശികളിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച മുഹമ്മദ് മദീനയിലെ തദ്ദേശവാസികളായിരുന്ന യഹൂദന്മാരോട് വളരെ സ്നേഹത്തിലും രഞ്ജിപ്പിലുമാണ് കഴിയാൻ തയ്യാറായത്.